ഫെബ്രുവരി 16 വിശുദ്ധ ജൂലിയാന, കന്യകയായ രക്തസാക്ഷിണി. ക്രിസ്തുമതത്തിൻ്റെ ആദ്യകാലം മുതൽ പാശ്ചാത്യ സഭയിലും പൗരസ്ത്യ സഭയിലും ക്രിസ്ത്യാനികൾ ആദരവോടെ വണങ്ങിയിരുന്ന കന്യകയും രക്തസാക്ഷിണിയുമാണ് വിശുദ്ധ ജൂലിയാന. 7-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വേദപാരംഗതൻ വന്ധ്യനായ ബീഡ് ജൂലിയാനയുടെ നടപടികൾ എന്ന ഗ്രന്ഥത്തെ അവലംബിച്ചുകൊണ്ട് ജൂലിയാനയെക്കുറിച്ച് ചില വിവരണങ്ങൾ നൽകുന്നുണ്ട്. മതമർദ്ദകനായ മാക്സിമിനിയാനുസിൻ്റെ കാലത്ത് വിജാതീയനായി ആഫ്രിക്കാനുസിൻ്റെ മകളായിട്ടാണ് ജൂലിയാന നിക്കോഡോമിയയിൽ ജനിച്ചത്. സെനറ്റർ എലിസേവൂസുമായി വിവാഹം നിശ്ചയിക്കുമ്പോഴാണ് അവളുടെ മഹത്വമേറിയ രക്തസാക്ഷിത്വം. പിതാവ് ആഫ്രിക്കാനൂസ് വിജാതീയൻ മാത്രമല്ല, ക്രൈസ്തവ വിശുദ്ധനുമായിരുന്നു. മാക്സിമിനിയാനുസിൻ്റെ മതപീഡനകാലത്ത് വളരെയേറെ പീഡനങ്ങൾക്ക് ശേഷം അവളുടെ ശിരസ് ഛേദിക്കപ്പെട്ടു. അധികനാൾ കഴിയുന്നതിനു മുമ്പ് ഒരു കുലീന റോമൻ വനിത നിക്കോഡോമിയ സന്ദർശിക്കാനിടയായി. ആ മഹതി ജൂലിയാനയുടെ പൂജ്യമായ ഭൗതിക അവശിഷ്ടങ്ങൾ ഇറ്റലിയിലേക്ക് കൊണ്ടുപോയി കമ്പാനിയയിൽ സംസ്കരിച്ചു. ജൂലിയാനയുടെ നടപടി പുസ്തകത്തിൽ പിശാചുമായി അവൾ നടത്തിയ സമരങ്ങൾ വിവരിക്കുന്നുണ്ട്. അതുകൊണ്ട് ജൂലിയാനയുടെ ചിത്രത്തിൽ ചങ്ങല കൊണ്ട് ബന്ധിച്ച പിശാചിനെ വിശുദ്ധ വലിച്ചിരിക്കുന്നതായി ചിത്രീകരിച്ചിട്ടുണ്ട്. വിശുദ്ധ ജെറോമിൻ്റെയും വിശുദ്ധ ഗ്രിഗറിയുടെയും ശക്തമായ അഭിപ്രായത്തിൽ ജൂലിയാന രക്തസാക്ഷിത്വം വരിച്ചത് ഡയോക്ലിഷ്യൻ ചക്രവർത്തിയുടെ കാലത്താണ്. ഒരു ഭക്തസ്ത്രീ ജൂലിയാനയുടെ സ്തുതിക്കായി ഒരു ദേവാലയം പണി കഴിപ്പിച്ച് അതിൽ രക്തസാക്ഷിണിയുടെ തിരുശേഷിപ്പുകൾ സൂക്ഷിക്കുകയുണ്ടായി. നിക്കോഡോമിയയിലെ ഈ ജൂലിയാനയുടെയും കുമായിലെ ജൂലിയാനയുടെയും ജീവചരിത്രങ്ങൾ കൂട്ടിക്കുഴച്ച് ചിലർ എഴുതിയിട്ടുണ്ട്. വിചിന്തനം: ആദിമ ക്രിസ്ത്യാനികൾ രക്തസാക്ഷികളോട് കാണിച്ച അതുല്യമായ ആദരവും ഭക്തിയും കാലാതിവർത്തിയായി ഇന്നും നിലനിൽക്കുന്നു. തെർത്തുല്യൻ്റെ ഭാഷയിൽ രക്തസാക്ഷികളുടെ തുടർനിണമാണ് ക്രിസ്ത്യാനികളെ ജനിപ്പിക്കുന്ന ബീജം. ക്രിസ്തു മതത്തിൻ്റെ അത്ഭുതകരമായ അതിജീവനത്തിൻ്റെ രഹസ്യവും ഇവിടെയാണ്.